കെട്ടുകഥ, കസേരകളി, കഥകളി. കള്ളനായാലും കൊള്ളക്കാരനായാലും പാർട്ടിയിലേക്ക് വന്നാൽ മാലയിട്ട് സ്വീകരിക്കും. അതും വെറും മാലയല്ല, രക്തഹാരം. അതാണ് ഈ പാർട്ടിയുടെ ഒരു രീതി. പത്തനംതിട്ടയിൽ CPM-ൽ ചേർന്ന കാപ്പ കേസ് പ്രതിക്ക് കൊടുത്ത സ്വീകരണം കാണണമായിരുന്നു. സംഭവം ആകെ ഉഷാറായിരുന്നു. നമ്മുടെ വീണ സഖാവൊക്കെ ചേർന്ന് പരിപാടി ആകെ കളറാക്കി കളഞ്ഞു. അയാൾ വിശ്വസിച്ച പ്രസ്ഥാനത്തിന് വേണ്ടി അയാൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. അതിന്റെ പേരിൽ അയാളുടെ പേരിൽ നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കാപ്പ സ്വാഭാവികമായി എടുക്കേണ്ടത് സാമൂഹ്യ വിരുദ്ധന്മാർക്കെതിരായിട്ട്, പൊതുപ്രവർത്തകരുടെ പേരിൽ എടുക്കുന്ന കേസല്ല കാപ്പ. വെറും 1.5 ചക്രത്തിന്റെ ഗുണ്ട. അതല്ലാതെ എന്താണ് നിന്റെ ഡിഗ്രി? കണ്ട ചട്ടും പുറത്ത് കയറി ചീട്ട് കളിച്ചും നിനക്ക് എവിടെയാണ് അന്തസ്? തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ പറഞ്ഞ പഠനം, തിരുത്തൽ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് സംഭവം. പിന്നെ ഒരാൾ തന്റെ നിലയും വിലയും വെച്ച് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു പാർട്ടി തെരഞ്ഞെടുക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല. ഈ ബൂർഷ മാധ്യമങ്ങൾ പറയുന്നത് പോലെ കാപ്പ കാപ്പ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം കാപ്പ എന്താണെന്ന് പഠിക്കണം. കാപ്പയിൽ തന്നെ 2 ഉണ്ട്. ഒന്ന് കാപ്പ 3, കാപ്പ 15. കാപ്പ 15 എന്ന് പറഞ്ഞാൽ IG ആണ് തീരുമാനിക്കുന്നത്, DIG ആണ് തീരുമാനിക്കുന്നത്. അതില് ചുമത്തിക്കഴിഞ്ഞാൽ തന്നെ റിവ്യൂ കമ്മിറ്റി ഉണ്ട്. അതൊക്കെ സ്വാഭാവികമായും പൊതുപ്രവർത്തകർ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് കേസ് വന്നതുകൊണ്ട് പോലീസ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ താക്കീത് ചെയ്തു. മനുഷ്യരെല്ലാവരും പാവങ്ങളാണ് പ്രസിഡന്റ്, സാഹചര്യമാണ് അവനെ വഷളാക്കുന്നത്. സ്വാഭാവികമായി കാപ്പയിൽ പെടുന്ന ആളുകളെ 15-ലാണെങ്കിൽ പോലീസ് അവരെ ഒന്നിൽ ജില്ലയിൽ നിന്ന് 6 മാസത്തേക്ക് ജില്ലയിൽ നിന്ന് മാറിയെടുക്കാൻ പറയും. വീണ്ടും കേസിൽ പ്രതിയായാൽ കാപ്പ 3 എടുത്തിട്ട് കളക്ടറാണ് ജയിലിലടയ്ക്കുന്നത്. 1 വർഷത്തേക്ക് അല്ലെങ്കിൽ നാട് കടത്തി. ഇത്തരം ഒരു കേസിലൊന്നും അദ്ദേഹം പ്രതിയായിട്ടില്ല. തീർച്ചയായും ഇന്ന് നമുക്കൊരു സുദിനമാണ് നാട്ടുകാരെ. ഇക്കാലം അത്രയും കാരക്കോട്ടിൽ ദാസൻ നമുക്ക് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു. നിവർത്തിപ്പിടിച്ച കത്തിയോടെയല്ലാതെ നാം ആരും ദാസൻ ഇന്നുവരെ കണ്ടിട്ടില്ല. കാടിളക്കി നടന്നൊരു മതയാനയായിരുന്നു ദാസൻ. കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്ത് ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്തതിന്റെ പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. പിന്നെ ചെറിയൊരു കാപ്പ കേസ് പ്രതി വന്നു എന്ന് കരുതി ഈ കപ്പൽ ആടി ഉലയില്ലെന്ന് വീണ സഖാവിന് നന്നായിട്ട് അറിയാം. കാരണം ഈ കപ്പലിന് നല്ലൊരു കപ്പിത്താനുണ്ട്. അതുകൊണ്ടാണ് കാപ്പ കേസ് പ്രതിക്ക് ഹാരമിടാൻ വീണ സഖാവും പോകാനുള്ള കാരണം. എന്തായാലും CPM-ൽ എത്തിയതിന്റെ ഗുണം സഖാവിനാണോ അതോ സഖാവ് വന്നതിന്റെ ഗുണം CPM-നാണോ എന്നറിയാൻ അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. അതില് പാർട്ടി ജില്ലാ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഞാനും ഞങ്ങൾ കോന്നി MLA ദിനേഷ് കുമാർ ഞങ്ങളൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി സഖാവ് KP ഉദയഭാനു പറഞ്ഞിട്ടുണ്ട്. അതിൽ യാതൊരുവിധ ആശങ്കയുടെ അടിസ്ഥാനമില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം, പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ടുള്ള കാര്യം. അപ്പൊ അവര് പ്രവർത്തിച്ച കാലഘട്ടത്തിൽ മുൻപ് അവര് തെറ്റായ രാഷ്ട്രീയവും തെറ്റായ രീതികളും പിന്തുടർന്നവരാണെങ്കിൽ അത് ഉപേക്ഷിച്ച് അവർ ശരിയായ രീതിയിലേക്ക് വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് അവർ ചെങ്കൊടി എന്താനായിട്ട് തയ്യാറായി വന്നിട്ടുള്ളത്. ഇപ്പൊ അദ്ദേഹം കാപ്പ കേസിൽ പ്രതിയല്ല. കാപ്പ എന്ന് പറഞ്ഞാൽ ഒരു പീരീഡിൽ മാത്രം ഉള്ളതാണ്. 6 മാസം ആകുമ്പോൾ ആ കേസ് തീർന്നു കഴിഞ്ഞു. അല്ലാതെ ജീവിതകാലം മുഴുവൻ കാപ്പയിൽ പ്രതിയായിട്ടല്ല. അതില് 6 മാസത്തേക്ക് പിന്നെ പോലീസ് തീരുമാനിക്കും, അതല്ലെങ്കിൽ കളക്ടർ തീരുമാനിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ജയിലിലടച്ചു. അത് കഴിയുമ്പോൾ ആ കേസില്ല. ഒരു നനനടപ്പെന്ന് പറയും. എന്നുവെച്ചാൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന്, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ആണ് പോലീസാണ് ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്നത്. എന്നെ നല്ല നടപ്പിന്റെ പേരിലെങ്കിൽ പരിഗണിക്കും സാറേ. ഓഹോ, നീ ഒന്ന് നടന്നേ. നടക്കട്ടെ. ഓ, മനോഹരമായ നടപ്പ്. എന്തു പറ്റി? പോയി പണിയെടുക്കടാ. കഥകളിയിൽ ചെറിയൊരു ഇടവേള കൂടി. കെട്ടുകഥ, കസേരകളി, കഥകളി.